മമ്മൂക്കയുടെ റിലീസാവാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ടർബോ. മെയ് 23-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. ആരാധകർ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ടർബോ. അതിന് പ്രധാന കാരണം മമ്മൂക്ക തന്നെയാണ്. തൻ്റെ 73-ാം വയസ്സിലും വളരെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളും തുടർച്ചയായ ഹിറ്റുകളും നൽകി മലയാളികളെയും മലയാള സിനിമകൾ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമകൾ നൻപകൽ നേരത്ത് മയക്കം, കണ്ണൂർ സ്ക്വാഡ്, കാതൽ, റോഷാക്ക് എല്ലാം ഹിറ്റുകളാണ്. മാത്രമല്ല പ്രേക്ഷകർക്ക് പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ചവയാണ് ഇവയെല്ലാം. വൈശാഖ് സംവിധാനം നിർവഹിക്കുകയും മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ ഒരുക്കുകയും ചെയ്യുന്ന സിനിമ എന്നതാണ് മറ്റൊരു ഘടകം. നിരവധി ഹിറ്റുകൾ നൽകിയ വൈശാഖിൻ്റെ അവസാന സിനിമകൾ വലിയ വിജയങ്ങളായില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു തിരിച്ചുവരവിനായിരിക്കും അദ്ദേഹം ശ്രമിക്കുക. മറ്റൊന്ന്, കന്നഡ സൂപ്പർ താരം രാജ്ബി ഷെട്ടി വില്ലനായി എത്തുന്നതാണ്. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടെ പ്രേക്ഷകർ കാത്തിരുന്ന സിനിമയുടെ ട്രെയിലർ എത്തിയിരിക്കുകയാണ്. 24 മണിക്കൂർ കൊണ്ട് 35 ലക്ഷം പ്രേക്ഷകരാണ് ട്രെയിലർ കണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ പ്രതീക്ഷിച്ചതിനപ്പുറമൊരു ട്രെയിലറാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു ഫാമിലി ആക്ഷൻ ഡ്രാമ പ്രതീക്ഷിച്ചിരുന്ന പ്രേക്ഷകർക്ക് ഫുൾ ആക്ഷൻ പാക്ഡ് ട്രെയിലറാണ് കിട്ടിയിരിക്കുന്നത്. മലയാളത്തിൽ ഇത്രയും ചടുലമായ ഒരു ട്രെയിലർ വിരളമാണ്. ഒരു കംപ്ലീറ്റ് ആക്ഷൻ മൂവിയാണ് പ്രേക്ഷകർക്ക് ട്രെയിലർ ഉറപ്പ് നൽകുന്നത്. ഒപ്പം ഒരു ഫാമിലി കോമഡി ഡ്രാമയും ആയിരിക്കും സിനിമ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രെയിലറിന് വളരെ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്കയുടെ ഹീറോയിസം ഉപയോഗപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും ടർബോ. മമ്മൂക്കയുടെ മുമ്പിൽ ബാക്കിയുള്ള 100 കോടി ക്ലബ്ബ് എന്ന കടമ്പ ടർബോ മൂവിയിലൂടെ അദ്ദേഹം ഈസിയായി നടന്നു കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി കൂടിയാണ് മലയാളികൾ കാത്തിരിക്കുന്നത്.